ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് കറങ്ങാനൊക്കെ പോകാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാണുള്ളതല്ലേ? അതൊരിത്തിരി ദൂരെയാകുമ്പോൾ പറയും വേണ്ട. ആക്ച്വലി നമ്മൾ ഫാമിലിയൊക്കെ ഒത്തുകൂടുമ്പോൾ ഒരു ട്രിപ്പ് അതൊരു രസം തന്നെയാണല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ കൂടിയപ്പോൾ നമ്മൾ തീരുമാനിച്ചാണ് ഒന്ന് വൺ ഡേ ഒന്ന് ട്രിപ്പ് പോവാം. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ നമുക്ക് തോന്നി വൈ നോട്ട് അതിരംപിള്ളി. അതാവുമ്പോൾ ഒത്തിരി ദൂരമല്ല, മാത്രമല്ല നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടിട്ടും അറിയാവുന്നതും ഒക്കെയാണ്. നമ്മൾ പുതിയൊരു സംഭവം എന്നല്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ രാവിലെ തന്നെ നേരത്തോടെ ഇറങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് ഷോപ്പിൽ കയറി. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ മാപ്പ് ഇട്ടതൊക്കെ. അങ്ങനെ അപ്പോൾ പിന്നെ അവിടെ നിന്ന് 2 വണ്ടിയായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയി ഡയറക്റ്റ് അവിടെ എത്തി. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ട്രാഫിക് ഉണ്ടാവുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വല്ല പ്രത്യേകിച്ച് ഇലക്ഷൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ നേരത്തെ അറിയാൻ സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോണ സമയത്തൊക്കെ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നേരത്തെ പോകാനോ അതല്ലെങ്കിൽ റൂട്ട് മാറ്റി പിടിക്കാനോ ഒക്കെ. അങ്ങനെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് അവിടെ എത്തുന്ന സമയത്ത് നമ്മൾക്ക് ഒരു പണി പാളി. അതെന്താണെന്ന് വെച്ചാൽ അവിടെ എത്തണേക്കാളും തൊട്ട് മുന്നായിട്ട് തന്നെ ഇങ്ങനെ കോട്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും ഈ മഴ സീസണിലൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എത്തുമ്പോഴേക്കും എല്ലാം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ മേടിച്ച് വയ്ക്കും. ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ആളാ വീതം എല്ലാം മേടിച്ചു. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അവിടെ എത്തണോട് കൂടിയിട്ട് നമ്മളെല്ലാം ഇടാൻ നോക്കുക. അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാം ഭയങ്കര ലൈറ്റായിട്ടുള്ള കോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറ്റിക്കാൻ വേണ്ടി നേരത്തെ നിൽക്കുന്നതാണ്. ശരിക്കും ഒത്തിരി കൂടി കട്ടിയുള്ളതാവുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ, നമുക്ക് ഒന്നും നനയാതിരുന്നാൽ മതി, പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു കട്ടിയുള്ളതാണ് അവർക്ക് കുറച്ച് നല്ലത്. അപ്പോൾ ഞാനൊക്കെ ബേബീനെ എടുത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇതായി. പക്ഷെ ഞാൻ കവർ ചെയ്തിരുന്നു, പിന്നെ കൂടാതെ 1-2 കുട പിടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ മഴ പെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് അറ്റ് ലാസ്റ്റ് ഞാനും മോനും മാത്രം അങ്ങ് മാറി നിന്നിട്ട് ബാക്കി എല്ലാവരും കൂടി കയറിയിട്ടോ. പിന്നെ ആ വെള്ളത്തിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇത്തിരി വഴുക്കൽ ചിലപ്പോൾ കൂടുതലുണ്ടാവും. അങ്ങനെ പിന്നെ നമ്മളെപ്പോഴും ഭാര്യ ഭർത്താവ് കുട്ടികൾ മാത്രം പോകുന്നതിനേക്കാളും വേറെ ആരെങ്കിലും 1-2 ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സമയത്ത് കുട്ടികളൊന്ന് മാറി പിടിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അനിയത്തിയായിട്ട് വരുമ്പോൾ എപ്പോഴും അവൾ നാട്ടിൽ, ഞാനിവിടെ. അപ്പോൾ കാണൽ കുറവാണ്. നമ്മൾ വീട്ടിൽ വെച്ച് കാണുമ്പോൾ ആ ഒരു മെമ്മറബിൾ ആവണമെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൊമെൻ്റ് ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. മാത്രമല്ല നമുക്ക് എപ്പോഴും നമ്മൾ ഏജ് കൂടുന്തോറുമാണല്ലേ നമുക്ക് കൂടുതലും എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഇമോഷണലാവുക, നമുക്ക് കുറച്ചും കൂടിയും ഡെപ്തിലേക്കുള്ള ആ ഒരു റിലേഷൻ്റെ വാല്യൂ മനസ്സിലാവുന്നതും ഒക്കെ. പണ്ടൊക്കെ എനിക്കിങ്ങനെയൊന്നും അത്രയ്ക്കൊന്നും, നമുക്കറിയാലോ പൊതുവെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, കുറച്ച് അടി കൂടാൻ എന്തിനാണ് ഇങ്ങനെ ഒരു സിബ്ലിങ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന പല മൊമെൻറ്റ്സും ചിലപ്പോൾ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു അർത്ഥം വരുന്നത് നമ്മളൊരു ഏജ് കഴിയുമ്പോഴായിരിക്കും. ഒരു മാരേജ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ പിള്ളേരുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളും ഈ ഒരു കാര്യത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നതല്ലേ എന്നൊക്കെയുള്ള ആ ഒരു മൊമെൻ്റൊക്കെ വരുമ്പോഴായിരിക്കും. അങ്ങനെ കുട്ടിക്ക് മാങ്ങയൊക്കെ കിട്ടിയിട്ട് അതൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ മഴയത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ അതൊരു വേറെ ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പരിപ്പുവടയോ ഉഴുന്നുവടയോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളാണ് കിട്ടുന്നതൊക്കെ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഊരാണ്. പക്ഷേ കുട്ടികളുടെ ഒന്നും അങ്ങനെ പെട്ടെന്ന് ഊരണ്ട അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ്. അപ്പോൾ തൽക്കാലത്തിൻ്റെ ഒരു ഇടക്കാലാശ്വാസം പോലെയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെറിയ ഐറ്റംസൊക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയി. ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹോട്ടൽസൊന്നും അങ്ങനെ എല്ലായിടത്തും കിട്ടില്ല. അപ്പോൾ കാണുന്നിടത്ത് കയറിയിരിക്കാമെന്ന് തന്നെയുള്ളൂ. അപ്പോൾ അവിടെ എത്തി ഇതുകൊണ്ട് കയറിയിരിക്കുമ്പോഴേക്കും പറഞ്ഞു, ഇവിടെയും വീട്ടിൽ ഊണിനി എല്ലായിടത്തും വീട്ടിലൂണ്, നമ്മൾ പുറത്ത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് കയറുകയാണ് എല്ലാവരും. അങ്ങനെ കഴിക്കാമായിരുന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, പിള്ളേരൊക്കെ കൂടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരച്ചിലാവും, സ്വാഭാവികം. അങ്ങനെ ഭക്ഷണം പിന്നെ അങ്ങനെ വീട്ടിൽ ഊണായതുകൊണ്ട് തന്നെ നമ്മുടെ കറികളൊക്കെ തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കഴിച്ചു തുടങ്ങി. പിന്നെ ഈ പറഞ്ഞോണം അവൻ്റെ കഴിഞ്ഞു ഇവൻ്റെ കഴിഞ്ഞു പറഞ്ഞ് എന്തോ പറഞ്ഞ് ചെറിയ രീതിയിലൊരു തല്ല് നടന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ കാണുന്ന ഹോം സ്റ്റേയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളത് അവിടെ എത്തി.
അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു 8 മണി 9 മണിയോടൊക്കെ കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ എത്തുമ്പോൾ ഒരു 10:30 11:30 12 ആവും. അത് കഴിഞ്ഞ് ഇത്തിരി കളിയും കാര്യങ്ങളും കാഴ്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് തന്നെ വരുമ്പോൾ ആ ഒരു ദിവസത്തിൽ പോയതും വന്നതും മാത്രം ഫുൾ ടയേർഡും അങ്ങനെയായിരിക്കും. ആ ഒരു ദിവസത്തിൻ്റെ ഒരു വാല്യൂ കിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടാണ് ഒരു സ്റ്റേ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ വിചാരിച്ചത്. അപ്പോഴും നമ്മൾ ഇപ്പോൾ അധികം ആൾക്കാർ കുറേ പേര് അവിടെ കണ്ട് ഇവിടെ കണ്ട് പോയിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസിലുള്ള സ്ഥലത്തേക്ക് പോകണമായിരുന്നു കുറച്ചും കൂടി ഒരു നല്ലതെന്ന് തോന്നി. പിന്നെ കുറേ ഇപ്പോഴാണെങ്കിൽ സകലതിനും റിവ്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. ഈ റിവ്യൂ നോക്കി പോകുന്നതിനേക്കാളും ഒത്തിരി എക്സ്പീരിയൻസ്ഡ് പോയിട്ടുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് ഈ ഒരു സ്ഥലത്ത് പോകാമെന്ന് കരുതിയത്. ഡോം സ്റ്റേ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ 2 റിസോർട്ടാണ് ഉള്ളത്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊള്ളില്ല എന്ന് തോന്നിയപ്പോൾ 2 ഫുള്ളായിട്ട് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അതേ ഇവിടെ ചെറിയൊരു ബാത്റൂമും പിന്നെ ഒരു കട്ടിൽ, അതുപോലെ തന്നെ TV, ഒരു ടേബിള്, 2 ചെയർ, പുറത്താണെങ്കിൽ ഇതുപോലൊരു ഊഞ്ഞാൽ, അങ്ങനെയൊക്കെ ഒരു ഐറ്റം. പിന്നെ ഇങ്ങനെ അവിടെയൊക്കെ ഫുൾ മാറ്റ് വിരിച്ചിരിക്കുകയാണ് ഗ്രീനിൻ്റെ. പിന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്വിമ്മിങ് പൂള് ഈ ഒരു സൈഡിൽ ചെറുതായിട്ടൊരു വഴുക്കൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കണ്ട ഞാൻ നടക്കുമ്പോൾ വഴുക്കി തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാണ് സ്ഥലം. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ എൻ്റെ ചേട്ടന് മാത്രമേ നീന്തൽ അറിയുള്ളൂ കേട്ടോ. എൻ്റെ ചേട്ടനെ പ്രതീക്ഷിച്ച് മാത്രമാണ് ഇവരെല്ലാവരും ഇറങ്ങിയിരിക്കണേ. അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡിന് അറിയില്ല. അപ്പോൾ ചെറുതായിട്ട് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നോക്കി. പിന്നെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നതല്ലല്ലോ. അപ്പം അങ്ങനെ അപ്പം ഞങ്ങളിത് ഓരോ വിശേഷങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോനിത് അവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിടന്നോടുകൂടി ഒച്ചപ്പാട് കേട്ടിട്ട് മോനെ എനിറ്റു എല്ലാവരും നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നില്ല, ഇതൊന്നും എളുപ്പമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ കയറലും ഇറങ്ങലായിട്ട്. പക്ഷേ ഈ ഒരു കാണുന്ന കാഴ്ചയല്ല സത്യം പറഞ്ഞാൽ. നല്ല ഇറക്കമുണ്ട്, നല്ല താഴ്ചയുള്ളതാണ്. കുട്ടികളെ ഒരിക്കലും നമ്മളിപ്പോൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് കിടത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മുതിർന്ന ആൾക്കാരില്ലാണ്ട് വിടാൻ പറ്റില്ല. പിന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞത് രാത്രിയൊക്കെ നമ്മൾ വിചാരിക്കില്ലേ ആൾക്കാരുള്ള സ്ഥലമാണല്ലോ എന്ന് വെച്ചിട്ട് വലിയ ആൾക്കാർ അവരുടേതായ കാര്യങ്ങളും കളിയും വർത്താനായിട്ട് അകത്തും പിള്ളേർ പുറത്തായി കഴിഞ്ഞാൽ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് കൂടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഉണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ. അവിടെ നല്ല കമ്പി വേലി നല്ല കട്ടിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്താ പറയുക അങ്ങനത്തെ ഈ ഒരു സീസണൊന്നുമല്ല. പക്ഷെ എന്നാലും അങ്ങനെ കേൾവി ഉള്ളത്. അങ്ങനെ അത് കഴിയുമ്പോഴേക്കും നല്ല പാൽച്ചായയും നിറച്ച് പഴംപൊരിയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കുറച്ചും കൂടി പഴംപൊരി പറഞ്ഞു കേട്ടോ. ഇനി രാത്രി എപ്പോഴാണ് ഫുഡ് കിട്ടുകയെന്ന് അറിയില്ല. അപ്പോഴേക്കും കുട്ടികൾക്ക് അങ്ങനെ വിശക്കുവാണെങ്കിൽ നമുക്ക് കൊടുക്കണ്ടേ. ഇവിടെ അടുത്തൊന്നും അങ്ങനെ ഷോപ്പുകളൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു. നല്ല രസമാണ്. നമുക്കിങ്ങനെ ഉള്ളിൽ പോയിരിക്കാൻ തോന്നില്ല. നല്ല പച്ചപ്പും സത്യം പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ആ ഒരു സംഭവങ്ങളാണ്. പക്ഷെ വേറെ തരത്തിലുള്ളൊരു ഫുൾ ടൈം ഇങ്ങനെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു രസമാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര കളി റീൽസിൻ്റെ ഭയങ്കര പ്രാക്ടീസിങ്ങൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഈ കോർണർ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകും. എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ എന്ന് പറയില്ലേ, ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല രസമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങോട്ട് പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്ക് കേട്ടോ. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർക്കും ഇങ്ങനെ ഒരു ദിവസം ഒന്ന് മാറി നിൽക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒത്തിരി ജോലി ടെൻഷനും സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകണമെന്ന് തന്നെയില്ല, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒന്ന് മാറി നിന്ന് അത്രയും സ്ട്രെസ് ഔട്ട് ആവാനായിട്ട് പറ്റും. ഒന്ന് മൈൻഡൊന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ രാത്രി നല്ല ബിരിയാണിയും അതുപോലെ തന്നെ ഇത്തിരി ഫ്രൂട്ട്സ്, ചപ്പാത്തി, പിന്നെ ചിക്കൻ്റെ കറിയൊക്കെ ആയിട്ട് അതും നല്ല രസമുണ്ടായിരുന്നു. ചിക്കൻ കറി നല്ലോണം ഗ്രേവിയും ഒക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഗ്രേവി ആയിട്ടാണെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കാം, അതിന് ചിക്കനായിട്ടാണെങ്കിൽ ചിക്കൻ ഇച്ചിരി ഫ്രൈ ചെയ്തിട്ടുള്ള പോലത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയായിട്ട് എടുക്കാം എന്നുള്ള പോലെ കുട്ടികൾക്ക് അപ്പോൾ അതിൽ നിന്ന് മാറ്റി എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ
ദേ അവിടെ ചിന്തുട്ടൻ പിന്നെ ഭയങ്കര സ്റ്റാറാണല്ലോ, എല്ലാവരും എടുക്കലും പിടിക്കലും അത് തന്നെയാണ്. അപ്പോൾ അടുത്ത ആൾക്കാർ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ടി വി ഒക്കെ കണ്ട് ദേ അടുത്ത ആൾക്കാർ. മറ്റവന് ദേ ഭയങ്കര നാണമൊക്കെ വന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് വർത്താനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നിങ്ങളിവിടെ കിടക്കില്ലേ എന്നും പറഞ്ഞിട്ട് അവരപ്പുറത്ത് പോയിട്ടാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു പ്രൈവസി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ കുറേ നേരം അവളുടേതായ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചിന്തൂട്ടൻ കുറച്ച് നേരം കയറി. അങ്ങനെ പിന്നെ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, അത്ര നാണും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരിതല്ല. ആരെന്ത് പറഞ്ഞാലും അങ്ങനെ ആരെന്ത് നോക്കിയാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ എത്രയൊക്കെ കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ അവരവരുടേതായ കാര്യങ്ങളുണ്ടാവും. നമ്മൾ പുറത്ത് പോയിട്ടാണെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് നമ്മുടെ ആ ഒരു എൻജോയ്മെൻറ്റ് അതാണ് മെയിൻ. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് നമ്മുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ഫുഡൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഈ മഴ തലേദിവസം രാത്രി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു പാടുകളൊക്കെയാണ് ഈ കാണുന്നത്. രാവിലെ എണീറ്റ് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യാണ്. നല്ല രസമാണ് ആ ഒരു ഭാഗം, ഇങ്ങനെ മഴത്തുള്ളികൾ വരുന്നത് കാണാനും ഒക്കെ നല്ലൊരു രസം തന്നെയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് എക്സ്ട്രാ ഓർഡിനറി ഒന്നല്ല. പക്ഷെ ആ ഒരു ആ ഒരു ആ ഒരു വൈബ് ഒരു വേറെ ടൈപ്പാണ്. നമ്മുടെ നാട്ടിലുള്ളത് എൻജോയ് ചെയ്യാൻ നമുക്ക് നേരില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളിങ്ങനെ ഒക്കെ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഊഞ്ഞാലാടാൻ പോയപ്പോൾ ഊഞ്ഞാലിൽ ഫുള്ള് വെള്ളം, അപ്പോൾ അതിലിരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ മോള് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ പോയതിന് ശേഷം അപ്പോൾ ഇനി നെക്സ്റ്റ് തുമ്പൂർ മൊഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്ന സമയത്ത് തന്നെ തുമ്പൂർ മൊഴി കാണും, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറണമെന്നൊരു ചോദിച്ചപ്പോൾ ചെറിയൊരു മഴച്ചാറലുണ്ട്, പിന്നെ ഡിലേ ആക്കണ്ട എന്നായിരുന്നു. നമ്മൾ ആദ്യം ആ ഒരു അതിരപ്പള്ളി വാട്ടർഫോൾസാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പോകണം. അവിടെ നമ്മൾ തിരക്കിനനുസരിച്ച് പിന്നെ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തിരിച്ച് പോകുമ്പോഴായാലും പോവാലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ എത്തി, അവിടെ ചെന്നിട്ട് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. മഴയുള്ളത് കൊണ്ട്, മഴക്കാറിലും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റും പിന്നെ ഫോട്ടോസും ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ നല്ലൊരു വൈബാണ്, അധികം വെയിലും ഇല്ല, നല്ലൊരു സമാധാനത്തിലുള്ള ഒരു ഇത്. പിന്നെ നിറച്ച് പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ പിള്ളേർ നമ്മുടെ കൈവിട്ട് പോകുന്നുണ്ടായിരുന്നില്ല, അതൊരു സമാധാനമാണ്. പക്ഷെ നമുക്ക് തന്നെ പേടിയായി പോവും, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പറഞ്ഞല്ലോ മഴ ആയതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാൻ പോലും പറ്റില്ല, ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് പോയി. നിർഭാഗ്യവശാൽ അവിടെ എത്തി ജസ്റ്റ് കാൽഭാഗം നടക്കുമായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് നല്ല മഴ തൂകി. അപ്പോൾ ഇനി അവിടെ എത്തുമ്പോൾ ഒത്തിരി ആയിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ എത്തി. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു, പോകണ്ടെന്നുള്ളൊരു ഓപ്ഷനിൽ പെട്ടെന്നായി പോയി മഴ. അങ്ങനെ അവിടെ തന്നെ ഒരു സ്ഥലമുണ്ട് ഇങ്ങനെ കുറച്ചൊരു, അപ്പോൾ മഴ പെയ്തോടുകൂടി വേഗം പോന്നു കേട്ടോ. അവിടെ ഫുള്ളെത്താനുള്ളൊരു ഇതില്ല. മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്നറിയില്ലല്ലോ, ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ അറിയില്ല. അപ്പോൾ അതേ മഴ കാരണം നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊരു ബസ് സ്റ്റോപ്പിൻ്റെ ഒരു പോലത്തെയാണ്. അപ്പോൾ ഇവിടെ അധികം പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ മഴ മാറി പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ്. പിള്ളേരുള്ള കാരണം നമുക്കങ്ങനെ രണ്ടും കൽപ്പിച്ച് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കയറുകയാണ്. അങ്ങനെ കയറുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ. അവിടെ എത്തി പകുതി എത്തില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് ഇത്തിരി പേടിയൊക്കെ തോന്നും കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഈ ഒരു കാറ്റിൻ്റെ സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളകും. ആ ഒരു സമയത്ത് നമുക്കൊരു ഹൃദയത്തിൽ ഡിങ് 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 അങ്ങനെ ഒരു മിടുപ്പ് നമുക്ക് തോന്നും. ഞാനതുകൊണ്ട് അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ പോയത്. കുഞ്ഞുമോനെ അമ്മ എടുത്തു, പിന്നെ ഇടയ്ക്ക് ചേട്ടൻ്റെ മാറെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ കൂടെ, അച്ഛനായാലും അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയാണ്, അച്ഛൻ്റെ മേളത്തിനൊക്കെ അയക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല കാറ്റും
എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് പോയി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിനാണ്ട് നമ്മൾ മറ്റ് രാജ്യത്തെ പലതും ഇരുന്ന് ഫോണിൽ കണ്ടിട്ട് അവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയണതിൽ യാതൊരു അർത്ഥമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് അപ്പുറത്തെത്തുമ്പോൾ അവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അന്നേരം തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങളത് തിരിച്ച് പോന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. കാര്യം നമ്മൾ പോരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ചാലക്കുടി അടുത്താണല്ലോ അതിരപ്പള്ളി, അതുകൊണ്ട് തന്നെ അനിയത്തിനെ അവളുടെ വീട്ടിലാക്കും എന്നിട്ട് പോരാണെന്ന്. നമ്മൾ വരുന്നത് കൊണ്ട് അവർ ലീവ് എടുത്ത് വന്നതാണ്. ഹസ്ബൻഡായാലും പിള്ളേർ സ്കൂളിൽ പോകണ കുട്ടികളാണ്, അവർക്ക് വേറെ ടൈമിങ്ങിലാണല്ലോ ലീവ് വരുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം എന്നുള്ളൊരു മൈൻഡാണല്ലോ, വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഒരു വാസുവേട്ടൻ്റെ കട എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള കടയാണ്. പിന്നെ ഇവരുടെ അടുത്തായത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ലതുപോലെ അറിയാം. മുന്നേ പോയിട്ടുമുണ്ട്, ഇവരെ ഫ്രണ്ട്സൊക്കെ പോയിട്ടും അറിയാം. അപ്പോൾ ഒത്തിരി നല്ല രസത്തിലുള്ള ഫുഡുകളുണ്ട് കേട്ടോ അവിടെ. ചോറാണല്ലോ ഒരു സമയത്ത്, അതുകൊണ്ട് തന്നെ ചോറ്, അതിൽ തന്നെ ബീട്രൂട്ട് ഉപ്പേരി, ചമ്മന്തിയും അച്ചാറ്, സർലാസ്, പിന്നെ നമ്മൾ വേറെ ബീഫ് ഒക്കെ മേടിച്ചിരുന്നു. മീൻ കറി ഉണ്ടായിരുന്നു, ഇത് നത്തോലി ഫ്രൈ, പോർക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാതും ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാം, വേറെ സ്പെഷ്യലായിട്ട് ചോദിക്കാം. എല്ലാത്തിനും നല്ല കിടിലം ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മാറി നിൽക്കാവുന്ന ഒരു ടേസ്റ്റില്ല. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ ഉണ്ടാക്കില്ലേ നല്ല മുരിഞ്ഞ് നല്ല മസാല നല്ല ടേസ്റ്റിൽ, അതേ ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ചേട്ടാ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ, കടയിൽ കിട്ടാനൊക്കെ ഇച്ചിരി നല്ല വൈകി. അങ്ങനെ അപ്പോൾ പാർക്കിങ്ങിലിട്ടിട്ടുള്ള കാർ എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന വണ്ടിയിൽ കയറി ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ആക്കുകയാണ് കേട്ടോ. ആക്കിയിട്ട് വരുന്ന വഴിക്കുള്ള കരച്ചിലാണിത്.